അടുത്ത ഫൈനൽ പോരാട്ടം ആരംഭിക്കാൻ പോകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എനിക്ക് തോന്നുന്നു ഫിനിഷിംഗ് പോയിന്റിലേക്ക് പോയാൽ കുറച്ചുകൂടി വിവരങ്ങൾ കിട്ടും. ചുള്ളൻ വള്ളങ്ങളുടെ ഫൈനൽ മത്സരമാണ് ഇനി നടക്കാൻ പോകുന്നത്. 3 വള്ളങ്ങളാണ് ഈ ഇനത്തിൽ പങ്കെടുക്കുക. ചുള്ളൻ വള്ളങ്ങളിൽ ഒന്നാം ട്രാക്കിലുള്ളത് വേലങ്കാടൻ വള്ളമാണ്. BPC കുമരംകഴിയാണ് അത് തുഴയുന്നത്. 2ാം ട്രാക്കിൽ SSBC ബോട്ട് ക്ലബ്ബ് പനങ്ങാട് തുഴയുന്ന കോടിമത. 3ാം ട്രാക്കിൽ ചേപ്പനം ബോട്ട് ക്ലബ്ബ് കൊച്ചിയിൽ നിന്നുള്ള ബോട്ട് ക്ലബ്ബ് തുഴയുന്ന മൂഴി. ഈ 3 വള്ളങ്ങളാണ് ട്രാക്കിലേക്ക് പിടിച്ചിരിക്കുന്നത്. അത് അവസാനവട്ട തയ്യാറെടുപ്പിലാണ്. 2ാം ട്രാക്കിൽ വള്ളമില്ല. 3ാം ട്രാക്കിലും 4ാം ട്രാക്കിലുമാണ് വള്ളമുള്ളത്. 3 വള്ളങ്ങളാണ് ഇതിൽ പങ്കെടുക്കുക. എന്തായാലും നമ്മൾ നേരത്തെ പറയുന്നത് പോലെ ചുണ്ടൻ വള്ളങ്ങൾ മാത്രമല്ല, ഈ വള്ളങ്ങളുടെയും മത്സരം വളരെ വാശിയേറിയതാണ്. കാരണം ഇപ്പോൾ ഒരു 2-3 മിനിറ്റായിട്ട് അവിടെ സ്റ്റാർട്ടിങ്ങിലുള്ള തർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം നമുക്ക് കാണാം, ദൃശ്യങ്ങളിൽ നിന്ന് കാണാം, തുഴക്കാർ സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല, അപ്പുറത്തുള്ള വള്ളം ഇച്ചിരി മുന്നോട്ട് കിടക്കുകയാണ്, അത് പുറകിലോട്ട് മാറ്റണം, ഓളമുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞ് അവിടുത്തെ അമ്പയറിനോട് അവരുടെ ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം വാശിയാണ്, വീറാണ്. ജയമല്ലാതെ മറ്റൊന്നും ആർക്കും ആവശ്യമില്ല. കാരണം ഇത് മത്സരമാണ്. എത്രയോ നാളായിട്ട് ഏറ്റവും കുറഞ്ഞത് ഈ ഇത്തരത്തിലുള്ള വള്ളങ്ങൾ പോലും ഒരു 2-3 ആഴ്ചയൊക്കെ പരിശീലനം എടുത്താണ് ഈ തുഴയാൻ വേണ്ടി വരുന്നത്. ചുണ്ടൻ വള്ളങ്ങളെ പോലെ അത്രയേറെ പണച്ചെലവില്ലെങ്കിൽ പോലും ഇതൊക്കെ സാധാരണക്കാരായ ആളുകളാണ്, കൂലിപ്പണിക്കൊക്കെ പോകുന്ന ആളുകൾ. അവർ പണിയൊക്കെ കളഞ്ഞ് അവരുടെ നാടിന് വേണ്ടി, അവരുടെ വള്ളത്തിന് വേണ്ടി, അവരുടെ ക്ലബിന് വേണ്ടിയൊക്കെ സമയം ചെലവഴിച്ചൊക്കെയാണ് ഇവർ ഈ മത്സര വള്ളംകളിയിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തുന്നത്. പ്രത്യേകിച്ച് ഒരുപക്ഷെ വള്ളംകളിയുടെ ഏറ്റവും വലിയ ഒളിമ്പിക്സ് ആയ നെഹ്റു ട്രോഫിയിൽ പങ്കെടുക്കാൻ വേണ്ടി വരുന്നത്. അതുകൊണ്ട് ആ തർക്കമാണ്. വെടിമുഴങ്ങിയിരിക്കുന്നു. ഇരുട്ടുകുത്തി ചുള്ളൻ വള്ളങ്ങളുടെ ഫൈനൽ മത്സരം ആരംഭിച്ചിരിക്കുന്നു. ഇവിടെ നിന്ന് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് മത്സരം ആരംഭിച്ചിരിക്കുന്നു. 1ാം ട്രാക്കിൽ വേലങ്ങാടൻ BBC കുമരംകഴി തുടങ്ങുന്ന വേലങ്ങാടൻ. 2ാം ട്രാക്കിൽ വള്ളമില്ല. 3ാം ട്രാക്കിൽ SSBC ബോട്ട് ക്ലബ്ബ് തുടങ്ങുന്ന കോടിമത. 3ാം ട്രാക്കിൽ ചേപ്പനം ബോട്ട് ക്ലബ്ബ് കൊച്ചി തുടങ്ങുന്ന മൂഴി എന്നുള്ള വള്ളം. എന്ത് വാശിയോടുകൂടിയാണ് വള്ളങ്ങൾ പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇരുട്ടുകുത്തി വള്ളങ്ങളെ പോലെ തന്നെ ഏറെ ശ്രമകരമാണ് ഈ ചുരുളൻ വള്ളങ്ങൾ നിയന്ത്രിക്കുക എന്നുള്ളത്. നമ്മൾ പുറകിൽ നിന്ന് നോക്കുമ്പോൾ ഒരു ചുണ്ടൻ വള്ളത്തിന്റെ ഒരു ചെറിയ പതിപ്പായിട്ട് തോന്നും. പക്ഷേ ചുണ്ടൻ വള്ളങ്ങളെ പോലെയല്ല, ഇതും നിയന്ത്രിക്കുക എന്നുള്ളത് ഏറെ ശ്രമകരമായ ജോലിയാണ്. ചുണ്ടൻ വള്ളത്തിന്റെ ഏറ്റവും മുൻഭാഗം അണിയം കൂർത്തിരിക്കുകയാണെങ്കിൽ ഇതിനൊരു ചുരുളുണ്ട്. അതുകൊണ്ടാണ് ആ വള്ളത്തിന്റെ ഷേപ്പ് വന്ന്, ആ വള്ളത്തിന്റെ രൂപം കൊണ്ടാണ് ആ വള്ളത്തിന് ചുരുളൻ വള്ളം എന്നുള്ള പേര് വന്നത്. എന്തായാലും വാശിയേറിയ മത്സരം. ഇപ്പോൾ തന്നെ ഒരു മിനിറ്റ് ആയിട്ടില്ല ഈ മത്സര വള്ളംകളി ആരംഭിച്ചിട്ട്. ഇതിനോടകം തന്നെ ഒരു അതായത് ഈ ട്രാക്കിന്റെ ദൂരം ആ വള്ളങ്ങളെല്ലാം പിന്നിട്ട് കഴിയുകയാണ്. ഇനി നടക്കാൻ പോകുന്നത് വെപ്പ് B ഗ്രേഡ് വള്ളങ്ങളുടെ ഫൈനൽ മത്സരമാണ്. അതിനുവേണ്ടി വള്ളങ്ങൾ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നടക്കാൻ പോകുന്നത് വെപ്പ് B ഗ്രേഡ് വള്ളങ്ങളുടെ ഫൈനൽ മത്സരമാണ് നടക്കുന്നത്. 3 വള്ളങ്ങളാണ് അതിലും പങ്കെടുക്കുക. അതിൽ 1ാമത്തെ ട്രാക്കിൽ തുഴയുക PG കഴിപ്പുഴ എന്നുള്ള വള്ളമാണ്. കൊണ്ടാക്കൽ ബോട്ട് ക്ലബ്ബ് നടുഭാഗമാണ് അത് തുഴയുന്നത്. 2ാമത്തെ തന്നെ പുന്നത്രപ്പുരയ്ക്കൽ. എത്രയോ തവണ വള്ളംകളി സ്ഥലങ്ങളിൽ നമ്മൾ കേട്ടിട്ടുള്ള പേരാണ് പുന്നത്രപ്പുരയ്ക്കൽ. ഇപ്പോൾ ഏറ്റവും അവസാനമായി നടന്ന അല്ലെങ്കിൽ ഈ കുട്ടനാട്ടിലെ വള്ളംകളിയുടെ സീസണിൽ ആദ്യം നടക്കുക ചമ്പക്കുളം മൂലം വള്ളംകളിയാണ്. മിഥുനമാസത്തിലെ മൂലം നാളിൽ അമ്പലപ്പുഴ ക്ഷേത്രത്തിലെ വിഗ്രഹത്തിന്റെ പ്രതിഷ്ഠയായി അനുബന്ധിച്ച് നടക്കുന്ന ചമ്പക്കുളം മൂലം വള്ളംകളിയോടുകൂടിയാണ് ഈ ജലോത്സവത്തിന്റെ സീസണ് കുട്ടനാട്ടിലെ ജലോത്സവങ്ങളെല്ലാം തുടങ്ങുന്നത് അതിൽ നിന്നുണ്ട്. ആ മത്സരങ്ങളുടെ അടക്കം എത്രയോ തവണ കമന്റേറ്റർമാർ ഉച്ചത്തിൽ ഉറക്കെ പറയുന്ന പേരാണ് പുന്നത്രപ്പുരയ്ക്കൽ. അത്രയേറെ പാരമ്പര്യമുള്ള 10-60-70 വർഷമായിട്ട് ഇത്തരത്തിൽ വെപ്പ് B ഗ്രേഡ് വള്ളത്തിന്റെ ചരിത്രം പേരിയുള്ള അത്തരം പാരമ്പര്യമുള്ള വള്ളങ്ങളൊക്കെയാണ് ഈ മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുന്നത്. പക്ഷേ അപ്പോഴും ഈ വള്ളങ്ങളിലൊക്കെ അല്ലെങ്കിൽ ഈ വള്ളംകളിയുടെയൊക്കെ അല്ലെങ്കിൽ ഈ വള്ളത്തിന് ഇത്തിരി ചെറിയ പ്രാധാന്യം അല്പം കുറഞ്ഞു പോകുന്നത് 21 ചുണ്ടൻ വള്ളങ്ങളാണ് ഈ നെഹ്റു ട്രോഫിയിൽ മത്സരിക്കുക എന്നുള്ളതാണ്. അതിന്റെ വാശി കൊണ്ടാണ്, അതിന്റെ പണച്ചെലവ് കൊണ്ടാണ്. പക്ഷേ ഇപ്പോൾ തൊട്ട് മുമ്പ് നമ്മൾ നേരത്തെ കണ്ടത് അവസാനിച്ച് ചുരുളൻ വള്ളത്തിന്റെ ഫൈനൽ മത്സരമായിരുന്നു. വേലങ്ങാടൻ, കോടിമാത, മൂഴി എന്നീ വള്ളങ്ങളാണ് മത്സരിച്ചത്. ഇനി അടുത്ത പോരാട്ടം നടക്കാൻ പോകുന്നത് വെപ്പ് B ഗ്രേഡ് ഫൈനലാണ്. അതിൽ മത്സരിക്കാൻ പോകുന്നത് PG കരിപ്പുഴ കൊണ്ടാക്കൽ ബോട്ട് ക്ലബ്ബ് നടുഭാഗം, പുന്നത്രപ്പുരയ്ക്കൽ കവണാർ സിറ്റി ക്ലബ്ബ്, ചെറുമേൽ തോട്ടുകടവൻ
ശ്രീ ശക്തീശ്വരത്തപ്പൻ. ഇങ്ങനെ 3 മത്സരാർത്ഥികളാണ് വെപ്പ് ബി ഗ്രേഡ് ഫൈനലിൽ പങ്കെടുക്കാൻ പോകുന്നത്. ഒപ്പം അടുത്തത് അതിനുശേഷം നടക്കാൻ പോകുന്ന ഇരുട്ടുകുത്തി എ ഗ്രേഡ് ഫൈനൽ, തുടർന്ന് വൈപ്പ് എ ഗ്രേഡ്, ഇത്തരം മത്സരങ്ങളാണ്. ഇതിനിടയിൽ ഞാൻ ഈ മത്സരത്തിൻ്റെ ആവേശമൊക്കെ പങ്കുവയ്ക്കുമ്പോൾ ഒരു കാര്യം ഒന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നതിൻ്റെ തൊട്ടടുത്ത് മലിനമാക്കരുത് ജലാശയങ്ങൾ ജീവിതങ്ങളാണ് എന്ന ബോർഡ് ആലപ്പുഴ മുനിസിപ്പാലിറ്റിയുടെ ഭാഗമായിട്ട് ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇത്രയും വലിയൊരു ഇവന്റ് നടക്കുമ്പോൾ ആളുകളെ നിയന്ത്രിക്കലൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങോട്ടേക്ക് പ്ലാസ്റ്റിക് കുപ്പിയിൽ വെള്ളം കൊണ്ടുവരുമ്പോൾ അതിലൊരു സ്റ്റിക്കർ ഒട്ടിച്ച് 20 രൂപ നമ്മുടെ ഇത് വാങ്ങുന്നു, തിരിച്ചത് കൊടുക്കുമ്പോൾ ആ 20 രൂപ തരുന്നു. അങ്ങനെ പരമാവധി ആളുകളെ ഈ ജലാശയം പ്ലാസ്റ്റിക് വിമുക്തമാക്കാനുള്ള ശ്രമം നമ്മുടെ അധികൃതർ ചെയ്യുന്നുണ്ട്. അത് അവർക്ക് ചെയ്യാനല്ലേ പറ്റുള്ളൂ. പക്ഷേ വോളണ്ടിയേഴ്സിനെയൊക്കെ നിയോഗിച്ച് അവർ ചെയ്യുന്നുണ്ട്. പക്ഷേ വരുന്ന ആളുകൾ ആ ഒരു ഉത്തരവാദിത്വം കാണിക്കുന്നില്ല എന്നത് വളരെ സങ്കടത്തോടെ, വലിയ ആവേശത്തിൻ്റെ കാഴ്ചകളൊക്കെ നമ്മൾ പുന്നമടക്കായൽ എന്ന് പറയുമ്പോൾ വളരെ സങ്കടത്തോടെ ഞാൻ ഈ കാഴ്ചകൾ പങ്കുവയ്ക്കുകയാണ്. അഖിൽ, ആ കുപ്പികൾ കിടക്കുന്ന ഒന്ന് കാണിച്ചു. കാരണം ഇവിടെ സൈഡിൽ നിൽക്കുന്ന ആളുകളെല്ലാം വെള്ളം കുടിച്ച് നേരെ പ്ലാസ്റ്റിക് കുപ്പികൾ ഈ പുന്നമടക്കായലിലേക്ക് വലിച്ചെറിയുന്നു. അതൊരു സങ്കടകരമായ കാഴ്ച തന്നെയാണ്. നമ്മൾ ഇതൊന്നും പഠിച്ചിട്ടില്ല എന്നത് വളരെ വിദേശികളും ഒക്കെ വരുന്ന ഒരു മേള കൂടിയാണല്ലോ. നമ്മുടെ ഒരു നാടിൻ്റെ ഒരു അഭിമാനമായി നമ്മൾ അവതരിപ്പിക്കുന്ന ഒരു മേളയാണ്. അതിൽ നമ്മൾ എത്രത്തോളം ശുചിത്വം പാലിക്കുന്നു എന്നുകൂടി നമ്മുടെ ഇവിടെ അതിഥികളായി എത്തുന്നവരെ ബോധ്യപ്പെടുത്താനുള്ള ഒരു അവസരം കൂടിയായിട്ട് നമ്മൾ ഇത് കാണേണ്ടത്. പക്ഷേ പകരം ഈ വെള്ളത്തിലേക്ക് പ്ലാസ്റ്റിക് കുപ്പികൾ, ജ്യൂസിൻ്റെ കുപ്പികളൊക്കെ കുടിച്ചു കഴിഞ്ഞ് നേരെ വലിച്ചെറിയുന്നത്. ഇത് കഴിഞ്ഞാൽ ഒരു വലിയ ശ്രമം തീർച്ചയായും വേണ്ടി വരിക ഈ കുപ്പികൾ നീക്കം ചെയ്യാൻ. ഇനി ആവേശത്തിൻ്റെ കാഴ്ചകളിലേക്ക് അടുത്ത മത്സരം വെപ്പ് ബി ഗ്രേഡ് ഫൈനൽ മത്സരമാണ് നടക്കുന്നത്. 67, 69, 68 വള്ളങ്ങൾ ആണ് മത്സരത്തിൽ. 67 നമ്പർ PG കരിപ്പുഴ കൊണ്ടാക്കൽ ബോട്ട് ക്ലബ്ബ് നടുഭാഗത്തിന്റെ PG കരിപ്പുഴ ഒന്നാം സ്ഥാനത്തേക്ക് ഒതുക്കുന്ന. പക്ഷേ 69 തൊട്ടടുത്ത് 69 നമ്പർ വള്ളം പുന്നത്രപ്പുരയ്ക്കൽ കവണാർ സിറ്റി ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു. പുന്നത്രപ്പുരയ്ക്കൽ കവണാർ സിറ്റി 69 നമ്പർ വോട്ട് വിജീഷ് MM, ക്യാപ്റ്റനും ലീഡിംഗ് ക്യാപ്റ്റനായി വിപിനും അണിനിരുന്ന പുന്നത്രപ്പുരയ്ക്കൽ എന്ന വള്ളമാണ് വെപ്പ് ബി ഗ്രേഡ് ഫൈനലിൽ ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത്. രണ്ടാം സ്ഥാനത്ത് 67 PG കരിപ്പുഴ കൊണ്ടാക്കൽ ബോട്ട് ക്ലബ്ബ്, മൂന്നാം സ്ഥാനത്ത് 68 നമ്പർ ബോട്ട് ചിറമേൽ തൊട്ടുകടവൻ ശ്രീ ശക്തീശ്വരത്തപ്പൻ. അങ്ങനെ 3 വള്ളങ്ങൾ അണിനിരുന്ന വെപ്പ് ബി ഗ്രേഡ് ഫൈനൽ മത്സരമാണ് ഇപ്പോൾ കഴിഞ്ഞ. അതിൽ 69 നമ്പർ വള്ളം പുന്നത്രപ്പുരയ്ക്കൽ കവണാർ സിറ്റിയുടെ പുന്നത്രപ്പുരയ്ക്കൽ വള്ളമാണ് ഇപ്പോൾ ഒന്നാം സ്ഥാനം നേടിയിരിക്കുന്നത്. അങ്ങനെ ആവേശകരമായ ഒരു മത്സരം ഇപ്പോൾ പൂർത്തിയാക്കപ്പെട്ടിരിക്കുന്നത്. വീണ്ടും പിടിച്ചു കയറ്റുന്നു. നേരത്തെ നമ്മൾ കണ്ട ദൃശ്യങ്ങളാണ്. ആളുകൾ വീണ്ടും ഇതിലേക്ക് പോകുന്നു. അവരോട് വള്ളത്തിൽ നിന്ന് വീണ തുഴക്കാരൻ അതിൽ നിന്ന് വീണു പോയതാണ്. ഇപ്പോൾ ചാടിയതാണ്. ഇപ്പോൾ കഴിഞ്ഞ മത്സരമായിരുന്നു. തുഴക്കാരൻ ആവേശത്തിൽ ചാടിയതാണെന്ന് തോന്നുന്നു. ഞാൻ ആ ദൃശ്യം കണ്ടില്ല. തുഴക്കാരനെ നമ്മുടെ ഒരു ക്യാമറയിൽ ആ ദൃശ്യങ്ങൾ കാണുന്നുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. തുഴക്കാരൻ ചാടിയതാണ്. അദ്ദേഹത്തെ എന്തായാലും ഉടൻ തന്നെ നമ്മുടെ ഫയർ ആൻഡ് റെസ്ക്യൂ ടീം ഉണ്ടായിരുന്നു. അവർ വേഗത്തിൽ അദ്ദേഹത്തെ പിടിച്ചു കയറ്റി. വേറെ അപകടകരമായ സാഹചര്യമൊന്നുമില്ല. ഇവിടെ അത്യാവശ്യം ഇതൊക്കെ നീന്തൽ അറിയുന്ന ആളുകൾ തന്നെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ അങ്ങനെ അത്ര വലിയൊരു ആഴമേറിയ പ്രദേശമല്ല. എങ്കിലും ഒരാൾ പെട്ടെന്ന് തുഴക്കാരൻ വെള്ളത്തിൽ ചാടിയപ്പോൾ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുന്ന ഒരു കാഴ്ച കൂടി. ഇങ്ങനെ പല വിധത്തിൽ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വെയില് മങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇനി അടുത്ത ഫൈനൽ മത്സരമാണ് നടക്കാൻ പോകുന്നത്. അടുത്ത ഫൈനൽ പോരാട്ടം ഇരുട്ടുകുത്തി വിഭാഗത്തിൽ എ ഗ്രേഡ്. അതിൽ ഫസ്റ്റ് ഫൈനൽ മത്സരത്തിൽ അണിനിരക്കാൻ പോകുന്നത് 26 നമ്പർ ബോട്ട്, അത് തുരുത്തിത്തറയാണ്. ഫ്രണ്ട്സ് ബോട്ട് ക്ലബ്ബ് കല്ലട ആൻഡ് സെൻറ്റ് ജോസഫ് ബോട്ട് ക്ലബ്ബ് കായൽപ്പുറം. 2 ബോട്ട് ക്ലബ്ബുകൾ ചേർന്നുള്ള ഒരു മത്സരമാണ്. അവർ രണ്ടുപേരും കൂടെ ചേർന്നാണ് തുരുത്തിത്തറ എന്ന വള്ളം തുഴയുന്നത്. ഒപ്പം 27 നമ്പർ വള്ളം PG കർണൻ IBRA കൊച്ചിൻ അവരുടെ നേതൃത്വത്തിലാണ്. 25 നമ്പർ പടക്കുതിര എന്ന വള്ളം തുഴയുന്നത് അറുപറ ബോട്ട് ക്ലബ്ബ് കുമ്മനത്തെ ബോട്ട് ക്ലബ്ബാണ്. ഒപ്പം 3 തൈക്കൽ എന്ന വള്ളം TBC കൊച്ചിൻ ടൗൺ ഫൈനലിനായി രംഗത്തിറക്കുന്നു. 29 നമ്പർ വള്ളം മാമൂടൻ എന്നതാണ് പുളിങ്കുന്ന് ടൗൺ ബോട്ട് ക്ലബ്ബാണ്. അങ്ങനെ 5 വള്ളങ്ങൾ അണിനിരക്കുന്ന ഇരുട്ടുകുത്തി എ ഗ്രേഡ് മത്സരമാണ്. അവിടെ നിന്ന് ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കാണാം. ഞാനിവിടെ ഫിനിഷിംഗിൽ നിൽക്കുന്നുണ്ട്. എനിക്ക് പെട്ടെന്ന് ദൃശ്യങ്ങൾ കാണില്ല. അവിടെ LED സ്ക്രീനിൽ കണ്ടുവാ. 28 3 തൈക്കൽ TBC കൊച്ചിൻ അടക്കമുള്ള നമ്മൾ നേരത്തെ സൂചിപ്പിച്ച 5 വള്ളങ്ങൾ തുരുത്തിത്തറ PG കർണൻ പടക്കുതിര 3 തൈക്കൽ മാമൂടൻ. അങ്ങനെ ഇരുട്ടുകുത്തി എ ഗ്രേഡിൻ്റെ ഫൈനൽ മത്സരമാണ് ഇപ്പോൾ നടക്കുന്നത്. നമ്മൾ തൊട്ട് മുമ്പ് കണ്ടത് വളരെ ആവേശകരമായിരുന്നു. അതായത് ഇഞ്ചോടിഞ്ച് അടുത്തെത്തിയപ്പോൾ മീറ്ററുകളുടെ മാത്രം വ്യത്യാസത്തിലാണ് അതുവരെ 2ാം സ്ഥാനത്ത് നിന്ന ടീം ഫിനിഷിംഗ് ലൈനിലേക്ക് ഒന്നാമതായി കടന്നു പോകുന്നത്. പലപ്പോഴും കണ്ടിട്ടുണ്ട്. നമ്മൾ ഈ ഹീറ്റ്സിലൊക്കെ കണ്ടത് അത്തരത്തിലുള്ളൊരു കാഴ്ചയാണ്. അത് സത്യത്തിൽ അപ്പോൾ 2ാം സ്ഥാനത്തായി പോകുന്നവരുടെ ഒരു മാനസികാവസ്ഥയെക്കുറിച്ചാണ് ഞാൻ ആലോചിച്ചത്. കാരണം മത്സരത്തിലുടനീളം തൊട്ടടുത്ത് വരെ മീറ്ററുകൾ മാത്രം, അല്ലെങ്കിൽ കൈപ്പാട് അകലെ എന്ന പോലെ
ഒന്നാം സ്ഥാനത്ത് നിന്നിട്ട് ഒരു 1-2 നിമിഷം കൊണ്ട് രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പോകുന്ന കാഴ്ച ഇപ്പോൾ തൊട്ടു മുമ്പത്തെ മത്സരത്തിൽ നമ്മൾ കണ്ടു. ഇനി എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ മത്സരവും വളരെ ആവേശകരമായൊരു പോരാട്ടമാണ്. ഫിനിഷിംഗ് ലൈൻ ആ പാലം പിന്നിട്ട് അതിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല വേഗത്തിൽ വള്ളങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇരുട്ടുകുത്തി എ ഗ്രേഡ് വിഭാഗത്തിലുള്ള ഫൈനൽ പോരാട്ടമാണ് ഇപ്പോൾ നടക്കുന്നത്. തുരുത്തിത്തറ, PG കർണൻ, പടക്കുതിര, 3 തേക്കൽ മാമൂടൻ 5 ടീമുകളും ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെ, 5 ടീമുകൾ അണിനിരക്കുന്ന ഇരുട്ടുകുത്തി എ ഗ്രേഡിന്റെ ഫൈനൽ പോരാട്ടമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എത്രയും വേഗം, പരമാവധി വേഗത്തിൽ അവരിവിടെ എത്തട്ടെ എന്നതാ. വീണ്ടും ആകാശത്ത് സൂര്യൻ തെളിയുന്നു. വെയിൽ ചെറുതായിട്ടൊരു ഭാഗത്തേക്ക് വരുന്നുണ്ട്. മനോഹരമായ കാഴ്ചയാണ്. നല്ല ഫോട്ടോഗ്രാഫേഴ്സിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സമയമായിരിക്കും തോന്നുന്നു. നല്ല കളർ ടോണുള്ളൊരു സമയമാണ്. മനോഹരമായ കാഴ്ചകൾ. ഇപ്പോഴും ആളുകൾ ഇവിടുത്തുകാർ വെള്ളത്തിൽ ഇങ്ങനെ നീന്തി തുടിക്കുന്നുണ്ട്. എല്ലാവരും ആ ചുണ്ടൻ വള്ളങ്ങളുടെ ആവേശകരമായ ഫൈനൽ പോരാട്ടത്തിന് വേണ്ടി ഇങ്ങനെ തയ്യാറെടുത്ത് നിൽക്കുമ്പോൾ അതിനുള്ള ഒരു എന്താ പറയുക, ഒരു കർട്ടൻ റേസർ എന്നതുപോലെയാണ് ഈ ഫൈനൽ പോരാട്ടങ്ങൾ ഇപ്പോൾ നടക്കുന്നത്. ഇരുട്ടുകുത്തി എ ഗ്രേഡ് ഫൈനൽ പോരാട്ടം 4:18 ഷെഡ്യൂൾ ചെയ്ത മത്സരമാണ്. ഇപ്പോൾ 5:12 ആയിരിക്കുന്നത്. ഏകദേശം 1 മണിക്കൂർ അടുപ്പിച്ച് ഡിലേ ആയിട്ടാണ് മത്സരങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വള്ളങ്ങൾ വളരെ വേഗത്തിൽ തന്നെ നമ്മളിവിടെ ഫിനിഷിംഗ് ലൈൻ നോക്കുമ്പോൾ നമുക്കറിയാം വളരെ വേഗത്തിലാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. നല്ല ആവേശത്തിൽ, നല്ല താളത്തിൽ ഒക്കെ നല്ല സൈഡിൽ നിൽക്കുന്നവരൊക്കെ കൈയടിച്ച് അതിന് ആവേശം പകരുന്നുണ്ട്. നേരത്തെ സ്ത്രീകളുടെ മത്സരം ഉണ്ടായിരുന്നപ്പോഴൊക്കെ കാണികൾ വളരെ ആവേശത്തോടെ അവരെ കൈയടിച്ച് സ്വീകരിക്കുന്നത് കണ്ടു. ഇത് കാരണം എത്രയോ ദിവസത്തെ പരിശീലനമാണ്. ഒരു മാസവും 1.5 മാസവും ഒക്കെ നീണ്ടു നിൽക്കുന്ന പരിശീലനങ്ങളൊക്കെ പൂർത്തിയാക്കിയാണ് പല ടീമുകളും വരുന്നത്. ആ പരിശീലനം എത്രത്തോളം കഠിനമായിരുന്നു അത്രത്തോളം റിസൾട്ട് അവർക്ക് സ്വാഭാവികമായിട്ട് ഇവിടെ അവർക്ക് പ്രകടിപ്പിക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ തർക്കമില്ല. പരിശീലനം തന്നെയാണ് ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴി. അത്രയും കായികക്ഷമത നേടിയെടുക്കുക പരിശീലനത്തിലൂടെ സാധ്യമാകുന്നതാണ്. വലിയ പണച്ചെലവ്, 1 കോടിയിലൊക്കെ മുകളിൽ പണമിറക്കിയാണ് ഈ ചുണ്ടൻ വള്ളങ്ങളൊക്കെ ഈ മത്സരരംഗത്തേക്ക് ഇറങ്ങുന്നത്. 21 ചുണ്ടൻ വള്ളങ്ങളൊക്കെ മത്സരിക്കുമ്പോൾ എത്രത്തോളം ഒരു പണം ഈ ഒരു ഇവൻറ്റിൻ്റെ ഭാഗമായി നിക്ഷേപിക്കപ്പെടുന്നു. അത് ആലപ്പുഴയുടെയും മൊത്തത്തിൽ എത്രത്തോളം നമ്മുടെ ഒരു ധനസ്ഥിതിയെ നല്ല രീതിയിൽ സ്വാധീനിക്കുന്നു എന്നൊക്കെ നമ്മൾ കണ്ടാണ്. അതുകൊണ്ടാണ് നേരത്തെ മന്ത്രി ഉദ്ഘാടന വേദിയിൽ പറഞ്ഞപ്പോൾ 10 കോടി രൂപ ഈ നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗമായി സർക്കാർ അനുവദിക്കുന്ന കാഴ്ചയൊക്കെ കണ്ടു. കാരണം അത്രയും വിപുലമായ ഒരുക്കങ്ങൾ, സന്നാഹങ്ങൾ, പന്തലുകളൊക്കെ ഇട്ട് വളരെ സുരക്ഷിതമായ നിലയിൽ തന്നെ ആളുകൾക്ക് കാണാനുള്ള സൗകര്യങ്ങൾ ഒരുക്കാൻ പോലീസിനും ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗത്തിനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അവർ എത്രയോ മണിക്കൂറുകളായി, കഴിഞ്ഞ 2 ദിവസമായി തന്നെ ഇതിൻ്റെ പിന്നിലാണ്. ഇന്ന് രാവിലെ മുതൽ കൃത്യമായ ഗതാഗത നിയന്ത്രണമൊക്കെ ഏർപ്പെടുത്തി മറ്റ് അധികം കടുപ്പത്തിലുള്ള ബ്ലോക്കൊന്നും വരാതിരിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. ഇപ്പോൾ ഇരുട്ടുകുത്തി എ ഗ്രേഡ് പോരാട്ടം, അത് 2 ടീമുകൾ മത്സരം, അതായത് 1ാം സ്ഥാനത്തേക്കുള്ള ഒരു മത്സരം 2 ടീമുകളിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു. മറ്റ് 4 ടീമുകൾ 4 ടീമുകളുടെ മത്സരത്തിൽ 2 ടീമുകൾ മുന്നിട്ട് നിൽക്കുന്നു. 2 ടീമുകൾ ഏറെ പിന്നിലാണ്. സ്വാഭാവികമായിട്ടും ഈ 2 ടീമുകൾ, ഏറ്റവും മുന്നിൽ കാണുന്ന 2 ടീമുകൾ തമ്മിലുള്ള മത്സരം വെപ്പ് എ ഗ്രേഡ് മത്സരങ്ങളുടെ ഫൈനലാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. 5 വള്ളങ്ങളാണ് മത്സരിക്കുക. 4 ട്രാക്കാണുള്ളത്. എന്നാലും ഈ ചെറിയ വള്ളമായതുകൊണ്ട് 5 വള്ളങ്ങൾക്ക് മത്സരിക്കാൻ വേണ്ടി കഴിയും. 1ാം ട്രാക്കിലുള്ളത് ആശാപ്പുളിക്കളം നെടുമുടി ടൗൺ ബോട്ട് ക്ലബ്ബ് തുഴയുന്നത്. 2ാം ട്രാക്കിലുള്ളത് ജയ്ഷോട്ട് വില്ലേജ് ബോട്ട് ക്ലബ്ബ് ചെന്നിത്തല. 3ാം ട്രാക്കിലുള്ളത് നെപ്പോളിയൻ മല്ലു ആർമി റോവേഴ്സ് എമിറേറ്റ്സ് ബോട്ട് ക്ലബ്ബാണ് നെപ്പോളിയൻ തുഴയുന്നത്. 4ാം ട്രാക്കിലുള്ളത് അമ്പലക്കടവിലാണ് ന്യൂ കാവാലം ബോട്ട് ക്ലബ്ബാണ് അത് തുഴയുന്നത്. 5ാം ട്രാക്കിൽ ഷോട്ട് പുളിത്തറ കൊടുപുന്ന ബോട്ട് ക്ലബ്ബ് തുഴയുന്ന ഷോട്ട് പുളിക്കത്തറ എന്നീ വള്ളങ്ങളാണ് 5 വള്ളങ്ങൾ വെപ്പ്